ഇന്ത്യൻ കോഫി ഹൗസിന്റെ പുതിയ ബ്രാഞ്ച് വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ ഈ മാസം 15-ന് പ്രവർത്തനം ആരംഭിക്കുന്നതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 15-ന് വൈകിട്ട് 3 മണിക്ക് മന്ത്രി PM മുഹമ്മദ് റിയാസ് പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ത്യൻ കോഫി ഹൗസ് പ്രസിഡന്റ് M ബാലകൃഷ്ണൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ PK ശശി മുഖ്യാതിഥിയാകും. ഹോം ഡെലിവറി സംവിധാനവും ഇവന്റ് ആൻഡ് കാറ്ററിംഗ് സംവിധാനവും പുതിയ ബ്രാഞ്ചിലുണ്ടാകും. വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി കുപ്പിവെള്ളം, ചായപ്പൊടി, കാപ്പിപ്പൊടി എന്നിവ കൗണ്ടർ വഴി വിൽപ്പനയും നടത്തും. നമ്മുടെ 15ാമത് 33ാമത് ശാഖയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നത്. ജനുവരി മാസം 15-ാം തീയതി 3 മണിക്കാണ്. നമ്മുടെ PWD മിനിസ്റ്റർ മുഹമ്മദ് റിയാസാണ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സമ്മതിച്ചിട്ടുള്ളത്. മുനിസിപ്പൽ ചെയർമാൻ മുഖ്യാതിഥിയായി അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നോട്ടീസിൽ വിശദീകരിച്ചിട്ടുള്ള രൂപത്തിലുള്ള എല്ലാ ആളുകളെയും നമ്മൾ നേരിട്ട് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ബ്രിട്ടീഷുകാരൻ്റെ വിട്ടുപോയതിന് ശേഷമാണ്. അപ്പോൾ 2000-ഓളം വരെ തൊഴിലാളികൾ അനാഥമാക്കപ്പെട്ടപ്പോൾ ആ തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് AKGയുടെ നിർദ്ദേശാനുസരണം ഇന്ത്യൻ കോഫി ഹൗസ് ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ 19ഓളം സ്ഥലങ്ങളിൽ സൊസൈറ്റികൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചത്. കേരളത്തിൽ 2 മേഖലകളിലെ 2 സൊസൈറ്റിയാണ്. കാസർഗോഡ് മുതൽ പാലക്കാട് വരെ ഒരു സൊസൈറ്റിയും തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ മറ്റു സൊസൈറ്റി എന്ന നിലയിലാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം മിതമായ നിരക്കിൽ മാലിന്യവും കലർപ്പുമില്ലാത്ത ഭക്ഷണം ജനങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ലഭ്യമാക്കുക എന്നതും ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതുകൊണ്ട് നോ ലോസ് നോ പ്രോഫിറ്റ് എന്ന നിലയിലാണ് നമ്മുടെ സ്ഥാപനം പ്രവർത്തിച്ചു പോകുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് 96 കോടി രൂപയുടെ വിറ്റുവരവാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ മേഖലയിൽ വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു ഘട്ടമാണിപ്പോൾ. ഒന്ന്, നിത്യോപയോഗ സാധനങ്ങളുടെ അമിതമായ വിലക്കയറ്റം നമ്മളെ ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ രീതിയിലുള്ള ഭക്ഷണ സ്ഥാപനങ്ങൾ തട്ടുകടകൾ എന്ന നിലയിലും മറ്റുമൊക്കെ നിരന്തരമായി നമുക്ക് ചുറ്റും ആരംഭിക്കുകയാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് ലാഭകരമായി കൊണ്ടുപോകുന്നതിൽ വലിയ പ്രയാസം ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അന്യസംസ്ഥാന തൊഴിലാളികളെയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവർ കാര്യങ്ങൾ നിർവഹിച്ചു വരുന്നത്. നമ്മളെ സംബന്ധിച്ച് കൃത്യമായ സേവന വേതന വ്യവസ്ഥ അനുവദിച്ച തൊഴിലാളികളാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹകരണ വകുപ്പിലെ 80ാം വകുപ്പിന് വിധേയമായി എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന തൊഴിലാളികളാണ് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തീർത്തും ഒരു തൊഴിലാളികൾ മാത്രമുള്ള ഒരു സ്ഥാപനമാണ്. ഇതിൻ്റെ ഡയറക്ടർ ബോർഡിൽ ഞാനൊഴികെ ബാക്കി എല്ലാ ആളുകളും ഈ സ്ഥാപനത്തിൽ ജീവനക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇതിന്. അപ്പോൾ 33ാമത് ശാഖയാണ് ഇപ്പോൾ നമ്മളിപ്പം പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് ആരംഭിക്കുന്നത്. വടകരയെ സംബന്ധിച്ച് ജനങ്ങൾ നമ്മളെ സ്വീകരിച്ചിട്ടുള്ളതാണ് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഹൈവേ വന്നപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പഴയ നിലയിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത നിലയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ തൊഴിലാളികളെ കൂടെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യവും ഈ സ്ഥാപനം ആരംഭിക്കുന്നതിന് പിന്നിലുണ്ട്. അതാണ് ആ കാര്യത്തെ പറ്റി ചൂണ്ടിക്കാണിക്കാനുള്ളത്. നമുക്ക് വിപുലീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഹോം ഡെലിവറി. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് N ബാലകൃഷ്ണൻ, സെക്രട്ടറി VK ശശിധരൻ, P പ്രവീൺ, CV അനിൽകുമാർ, KP അജയൻ, KK ഷെരീഫ് കുമാർ എന്നിവർ പങ്കെടുത്തു.